ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനസ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ട്? പൃഥ്വിരാജാണ് എനിക്ക് ഇഷ്ടം. അസാധ്യ ഡയലോഗ് ഡെലിവറിയാണ്. പൃഥ്വിരാജിനേക്കാൾ ഒരുപാട് മുകളിലാണ് സുകുമാരന്റെ വാക്കുകൾ. ഇങ്ങനെ അത്രയും വഴങ്ങി വരുന്ന വേറൊരു ആക്ടർ ഇല്ല. അന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. സാറിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? മോഷണം. മോഷണോ? എനിക്ക് മോഷ്ടിക്കുന്ന ഇഷ്ടമായിരുന്നു. മോഷണം ഇഷ്ടമായിരുന്നല്ലോ. ചില ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ മോഷ്ടിക്കും. എവിടെന്ന്? അത് കിട്ടുന്നിടത്തുനിന്ന്. വെറുതെ? ആ, ഓക്കെ, കള്ളനാണ് ഇരിക്കുന്നത്. നമുക്ക് വേറൊന്നിൽ കൂടി സഞ്ചരിക്കാൻ ഉള്ള സ്പേസ് ഇല്ല. റിയൽ ലൈഫിൽ ഞാൻ റൊമാൻറ്റിക് അല്ല. അംഗീകരിക്കാൻ തോന്നിയിട്ടുള്ളത് കമൽഹാസൻ. രണ്ടാമത്തെ ആളായിരുന്നു സുകുമാരൻ. പക്ഷെ കമൽഹാസനോട് ഭയങ്കര ഇഷ്ടമായി. കീരിക്കടൻ ജോസാണ് ഭയങ്കര മന്ത്രമാണ്. എന്താണ് വെട്ടിയാള വീഴല്, അങ്ങനെ എന്തുവാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു 3 പേജ് ഡയലോഗ് ഒറ്റയടിക്ക് പറയണം. അപ്പൊ ഇയാളുടെ ഈ ഡയലോഗ് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല, കാരണം എന്റെ ഫേസ് ഞാൻ പക്ഷെ മാനേജ് ചെയ്തു. വടിയൊക്കെ എടുത്ത് ചില ദേഷ്യമൊക്കെ കാണിച്ച് വടിയെടുത്ത് നിലത്തൊക്കെ കുത്തിയിട്ട് തലയൊക്കെ ഇങ്ങോട്ട് വെട്ടിച്ച് അവിടെ ചിരിച്ചിട്ട് തിരിച്ചു. അവസാനത്തെ ഡയലോഗിൽ എത്തിയപ്പോഴത്തേക്ക് ബാബുരാജും കൊല്ലവയ്ക്കും ഇവർ രണ്ടുപേരുടെ നല്ല ചിരി. ഇയാളുടെ ഇതെല്ലാം കൂടെ താഴോട്ടിട്ടേച്ച് പിന്നെ പറഞ്ഞത് ഈ ഇന്റർവ്യൂവിൽ പറയാൻ പറ്റത്തില്ല, തെറിയ. നല്ല സൂപ്പറായിട്ട് വന്നതായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ഈഗോ പ്രശ്നമായിട്ട് വന്ന ഒരാൾ രാജൻ ബി ദേവിനെ കുറിച്ച് അറിയാം. ഞാനാണല്ലോ അതിനകത്ത് പ്രധാന കഥാപാത്രം. പുള്ളിക്ക് എന്തോ വിനക്ക് എന്നാണ് അഭിനയം തുടങ്ങിയത് എന്നുള്ളൊരു പുച്ഛമുണ്ട്. കടമറ്റത്തിനായിട്ട് ഇപ്പം ആളുകളുടെ മനസ്സിലുള്ള രൂപം എൻ്റെതാണ്. എൻ്റെ രൂപം മനസ്സിൽ നിന്ന് പോവുകയും ജയസൂര്യയുടെ രൂപം മനസ്സിലേക്ക് വരികയും ചെയ്യുന്നൊരു സമയം ഉടനെ തന്നെ ഉണ്ടായേക്കാം. ജയസൂര്യക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണത്. ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നത് വരെ എന്നോട് പറഞ്ഞാൽ മതി എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത്, ബാക്കി ഞാൻ ചെയ്തോളൂ. ആദ്യത്തെ ഡയലോഗ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് എനിക്കുള്ള പണിയല്ല. കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി. ഇത്ര ആൾക്കാരെ ഞെട്ടിച്ച ഒരാളാണ് ഈ പറയുന്നത്. ഇനിയിപ്പം സാറിന്റെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതായത് സാർ ഇപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? സാറിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? സിനിമ കാണല്ല. സിനിമ കാണലാണ്. പണ്ട് അതല്ല, പണ്ട് വായനയാണ്. വായന കൂടാതെ പിന്നെയുള്ളത് മോഷണം. മോഷണോ? അത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് മോഷ്ടിക്കുന്ന ഇഷ്ടമായിരുന്നു. സീരിയസ്ലി? സത്യം പറയണേട്ടാ. അതെ, മോഷണം ഇഷ്ടമായിരുന്നു. ചെറിയ ചെറിയ എനിക്ക് ഇഷ്ടം തോന്നുന്ന ചില ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ മോഷ്ടിക്കും. എവിടെന്ന്? അത് കിട്ടുന്നിടത്തുനിന്ന്. അങ്ങനെ മോഷ്ടിച്ചൊരു സാധനത്തിന്റെ പേര് പറ. അത് ഒരുപാട് കാലം എൻ്റെ ഹോബി തന്നെയായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് ആ 1.5 വർഷം ഇത് പറഞ്ഞില്ലേ, ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന ഒരു വീട് വാടക എടുത്താണ്. അല്ലാതെ വേറെ സൗകര്യങ്ങളില്ല. അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങൾ, ഈ ഇതൊക്കെ, ആ പാത്രങ്ങളൊന്നും മോഷ്ടിച്ചല്ല, അതെല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച അല്ല. പക്ഷെ അവിടെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ കുരുമുളകും ഉപ്പും ഇടുന്ന സോൾട്ട് ആൻഡ് പെപ്പർ, അതിൻ്റെ ചെറിയ ഡപ്പികളുണ്ട്. മഞ്ഞ നിറമാണ്, അന്ന് മഞ്ഞ നിറമായി. അതൊരു 10-100 എൻ്റെ കയ്യിൽ കാണും. വെറുതെ? ഓക്കെ, കള്ളനാണ് ഇരിക്കണത്. 10-100 ഡബ്ബകൾ അവിടെ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലേ? കാണും, അത്രയും കാണും. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പിന്നെ അവിടെ നിന്ന് കേക്കുണ്ട് കേട്ടാ, മോളിച്ചിരിക്കും അവിടെ നിന്നിട്ട്. പ്രധാനമായിട്ട് മോഷ്ടിച്ചിരുന്നത് പുസ്തകങ്ങളാണ്. വായന എന്ന് പറഞ്ഞാൽ അന്ന് വായനയല്ലാതെ വേറൊരു മാർഗമില്ല. നമുക്ക്
വേറൊന്നിൽ കൂടി സഞ്ചരിക്കാൻ ഉള്ള സ്പേസ് ഇല്ല. പുസ്തകം മോഷ്ടിക്കാൻ ഇപ്പൊ ഈ വായിച്ച് വായനകളിലെ നല്ല നല്ല കഥാപാത്രങ്ങൾ പോലെ നല്ലൊരു പ്രണയിതാവായിരുന്നോ പ്രകാശ് പോൾ സർ എന്ന് ചോദിച്ചാൽ? പ്രണയിതാവെന്ന് വെച്ചാൽ അതിന് ഭയങ്കര ഒരു റൊമാൻറ്റിക് ഹീറോ ഒക്കെ ആയിരുന്നു. ഐ മീൻ റിയൽ ലൈഫിൽ കേട്ടോ. റിയൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. അല്ലേ? പിന്നെ അനുകരിക്കാൻ എനിക്കൊരു തോന്നിയിട്ടുള്ളത് അവര് റൊമാൻറ്റിക്കാണ്. അത് പക്ഷേ കുറേ എനിക്കൊരു 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അംഗീകരിക്കാൻ ആഗ്രഹം തോന്നിയിട്ടുള്ള 2 പ്രേം നസീറിനെ അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. സത്യനെ അംഗീകരിക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ കമൽഹാസൻ അംഗീകരിക്കണം എന്ന് അത് ഞാൻ ഒരു ആക്ടറാവും എന്നൊന്നും അന്ന് ആലോചിച്ചിട്ടുകൂടെയില്ല. പക്ഷെ കമൽഹാസനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. രണ്ടാമത്തെ ആളായിരിക്കും മോഹൻലാൽ അല്ല, സുകുമാരൻ. പൃഥ്വിരാജ് സാറിന്റെ അച്ഛൻ. അതെ. ഓക്കെ. അസാധ്യ ഡയലോഗ് ഡെലിവറിയാണ്. അത്രയും ഈ വാക്കുകൾ ഇങ്ങനെ അത്രയും വഴങ്ങി വരുന്ന വേറൊരു ആക്ടർ ഇല്ല. അന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. സുകുമാരനെ അന്വേഷിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പൊ കമൽഹാസനും സാറും അതുപോലെ തന്നെ മറ്റേ സുകുമാരൻ സാറുമാണ് അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത് അല്ലേ? ആഗ്രഹിച്ചിരുന്ന. ഓക്കെ. അപ്പൊ ഇപ്പത്തെ സിനിമകളും ഇപ്പത്തെ ആക്ടേഴ്സിനൊക്കെ കാണുമ്പോ എന്താ തോന്നാറ്? ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒരാള് ഒറ്റ സിനിമ കൊണ്ട് ആക്ടർ ആകാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. കാരണം അവരൊരു പുതിയ കാര്യം ചെയ്യുന്ന മട്ടിലൊന്നുമല്ല. ഇപ്പം മോഹൻലാലായാലും മമ്മൂട്ടി അഭിനയിക്കാൻ വന്ന എത്രയോ സിനിമകൾക്ക് ശേഷമാണ് മമ്മൂട്ടി ഒന്ന് മോൾഡാകുന്നത്. ഇപ്പോഴതല്ല, ഒരു സിനിമ മതി. അങ്ങനെ ഏതെങ്കിലും ആക്ടറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ടോ, ഇവൻ കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല? പൃഥ്വിരാജാണ് ഇഷ്ടം. അത് മറ്റേ സുകുമാരൻ സാറിന്റെ മകനായതുകൊണ്ടാണോ? അതും ഉണ്ടാവാം. പക്ഷെ പൃഥ്വിരാജിനേക്കാൾ ഒരുപാട് മുകളിലാണ് സുകുമാരൻ്റെ. ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് സിറ്റുവേഷൻ, ഒരുപാട് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അതൊന്ന് ക്യൂരിയോസിറ്റിയുടെ പുറത്തൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പം ലൈഫിൽ ഇതേപോലെ വല്ല ഓഫേഴ്സൊക്കെ വന്നിട്ട് ആരെങ്കിലും ഇടപെട്ടിട്ട് അത് തട്ടി മാറ്റുക അല്ലെങ്കിൽ അത് തരാതെ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും? അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. തട്ടി മാറ്റേണ്ട ഒന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഞാൻ കുറേ ആക്ടേഴ്സ് പറയണ കേട്ടിട്ടുണ്ടേ, മറ്റേ പലർക്കും ആക്ടിങ്ങിൽ ഈഗോ ഉണ്ട്, ചില അഭിനയിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സീൻ വേണം, അങ്ങനെയൊക്കെ ഈഗോസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ഈഗോ പ്രശ്നമായിട്ട് വന്ന ഒരാളുണ്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. അത് വേറൊരു തരത്തിൽ. രാജൻ ബി ദേവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുള്ളി ഖത്തറിൽ അഭിനയിക്കാൻ പോകുന്നു. ഞാനാണല്ലോ അതിനകത്ത് പ്രധാന കഥാപാത്രം. അത് പുള്ളിക്ക് എന്തോ വിനക്ക് എന്നാണ് അഭിനയം തുടങ്ങിയത് എന്നുള്ളൊരു ചെറിയൊരു പുച്ഛമുണ്ട്. അതുമായിട്ടാണ് പുള്ളി അഭിനയിച്ചു തുടങ്ങിയത്. ഞാൻ പക്ഷേ അത് പുള്ളി അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം പുള്ളി എന്നേക്കാളൊക്കെ എത്രയോ മുകളിലുള്ള ആളാണ്. ആ സ്റ്റോറിയുടെ ഷൂട്ട് കഴിഞ്ഞു. പുള്ളിയുടെ വണ്ടിക്കകത്ത് കയറിയിരുന്നു, എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. യാത്ര പറഞ്ഞപ്പോൾ കണ്ണ് നിറയെന്ന് പറയാൻ പറ്റത്തില്ല, കണ്ണൊന്ന് നനഞ്ഞു പുള്ളി പോയപ്പോൾ. ആ ഒരു സമയം കൊണ്ട് ഒരു 10-20 ദിവസം, അത്രയും സമയം കൊണ്ട് ഞങ്ങൾ തമ്മിൽ അത്രയും ഒരു ബന്ധം. ഇപ്പൊ ജയസൂര്യ അഭിനയിക്കുന്ന കത്തനാർ എന്ന് പറഞ്ഞ പടം നെക്സ്റ്റ് ഇയർ റിലീസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? കാരണം ഒരു പഴയൊരു കത്തനാർ ഇനി ഒരു പുതിയൊരു കത്തനാർ വരികയാണ്, അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജയസൂര്യക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണത്. ഞാൻ അതിൻ്റെ ഷൂട്ടൊന്നും കണ്ടിട്ടില്ല.
പക്ഷേ ജയസൂര്യയെ നേരിട്ട് കാണുകയും ചെയ്തില്ല അതിനുശേഷം. അതിന് മുമ്പ് കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ ജയസൂര്യക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണതെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. സംഭവിക്കാൻ പോകുന്നത് കടമറ്റത്തിനായിട്ട് ഇപ്പോൾ ആളുകളുടെ മനസ്സിലുള്ള രൂപം എൻ്റേതാണ്. അതിനു മുമ്പ് പ്രേം നസീറിൻ്റെ ആയിരുന്നു. അതിനു മുമ്പ് മറ്റാരുടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായരാണെന്ന് തോന്നുന്നു. ഈ ആൾക്കാരും ആ ക്യാരക്ടർ നിലനിൽക്കും, ആളുകളും മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ രൂപം മനസ്സിൽ നിന്ന് പോവുകയും ജയസൂര്യയുടെ രൂപം മനസ്സിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സമയം ഉടനെ തന്നെ ഉണ്ടായേക്കാം. അപ്പൊ അതിനോട് സാറിന് വിഷമമുണ്ടോ അതോ സാറിന് അത് എക്സൈറ്റ്മെന്റ് ആണോ? എന്തിന് ഞാൻ വിഷമിക്കുന്നത്? എൻ്റെ രൂപമല്ലോ മാറുന്നത്. ഞാൻ ചെയ്തൊരു ക്യാരക്ടർ ഇപ്പോൾ വേറൊരാൾ ചെയ്യുന്നു, അത് നന്നാവുന്നു. അതിനെ ആ സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത്. ഇതുവരെ ചെയ്തുള്ള പ്രോജക്ട്സിൽ മറക്കാൻ പറ്റാത്തൊരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറേ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു സീനിനെ കുറിച്ച് പറയാം. ഓപ്പോസിറ്റ്, അതായത് കത്തനാരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ചെയ്യുന്നത് കീരിക്കടൻ ജോസാണ്. ഭയങ്കര മന്ത്രവാദി. എന്താണ് വെട്ടിയാള വിഴല്, അങ്ങനെ എന്തോ ആണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര കൊടും മന്ത്രവാദിയാണ്. അപ്പം കത്തനാര് ഇയാളുടെ സങ്കേതത്തിൽ ചെന്നിട്ട് ഇവര് തമ്മിൽ ഉള്ള കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാള് വെട്ടിയാള വിഴല് ഒരു 3 പേജ് ഡയലോഗ് ഒറ്റയടിക്ക് പറയണം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി ജീവിതത്തിൽ ഒരു സിനിമയിലും ഒരു ഡയലോഗ് അല്ലെങ്കിൽ 2 ഡയലോഗ് അടുപ്പിച്ചടുപ്പിച്ച് 2 ഡയലോഗ്, ഇത് കൂടുതൽ പുള്ളി പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ പറയാൻ പുള്ളിക്ക് പറ്റത്തുമില്ല. അപ്പോഴാണ് ഒരു 3 പേജ് ഡയലോഗ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. പുള്ളി അത് പക്ഷേ പുള്ളിക്ക് കിട്ടിയ ഒരു വലിയ അവാർഡായിട്ടാണ് ആ സീനിനെ എടുത്തത്, അഭിനയിക്കുക. അപ്പം ഞാൻ സൈഡിൽ നിൽക്കുന്നു. ബാബുരാജ്, പുള്ളിയുടെ ശിഷ്യന്മാരാണ് ബാബുരാജും കൊല്ലവജിത്തും മരിച്ചുപോയി. ഇവർ രണ്ടുപേരും ക്യാമറയിൽ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ഡയലോഗ് കേട്ടിട്ട് അവർ രണ്ടുപേർക്കും ചിരിക്കാം. അവർ ചിരിക്കുന്നുണ്ട്. എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫേസ് ക്യാമറയിലേക്കല്ല, എൻ്റെ പ്രൊഫൈലാണ് ക്യാമറയിലുള്ളത്. അപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പക്ഷേ മാനേജ് ചെയ്തു. വടിയൊക്കെ എടുത്ത് ചില ദേഷ്യമൊക്കെ കാണിച്ച് വടിയെടുത്ത് നിലത്തൊക്കെ കുത്തിയിട്ട് തലയൊക്കെ ഇങ്ങോട്ട് വെട്ടിച്ച് അവിടെ ചിരിച്ചിട്ട് തിരിച്ചു അങ്ങനെ ചെയ്തിട്ട് അവൻ്റെ അവസാനത്തെ ഡയലോഗിലേക്ക് എത്തുകയാണ് ഇയാള് കീരിക്കടൻ ജോസ്. അവസാനത്തെ ഡയലോഗിൽ എത്തിയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെ നല്ല ചിരി, ഈ ബാബുരാജും കൊല്ലവൈദ്യം. ഇയാളുടെ ഇതെല്ലാം കൂടെ താഴോട്ടിട്ടേച്ച് പിന്നെ പറഞ്ഞത് ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റത്തില്ല, തെറിയ. നല്ല സൂപ്പറായിട്ട് വന്നതായിരുന്നു. അയാൾ വിചാരിച്ചത് അങ്ങനെയാണ്. പുള്ളി പറഞ്ഞ ഡയലോഗ് മൊത്തം പൊട്ടത്തരമാണ്. പക്ഷേ പുള്ളി വിചാരിച്ചത് 3 പേരാണെങ്കിൽ 2.25 പേജ് വരെ പുള്ളി സൂപ്പറായിട്ട് മാനേജ് ചെയ്തു. അവസാനം വന്നപ്പോൾ ഇവന്മാർ രണ്ടുപേരുടെ കുളമായിരുന്നു. അന്ന് അവസാനം അതിൻ്റെ പുള്ളി പറഞ്ഞ ഫിനിഷിങ് വാചകം കൂടി ഇവിടെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ പറയാൻ പറ്റാത്ത
നമ്മളത് ഊഹിച്ചെടുത്തോളാം. സെൻസർ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ. ഇപ്പം ഈ കത്തനാട് കഴിഞ്ഞു, ഈ സിനിമകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് സാറ് എന്താണ് പിന്നീട് ജീവിതം കൊണ്ടുപോകാൻ ചെയ്തിരുന്നത്? ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയും എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടില്ല. 1-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുക, കൃത്യം അന്ന് പോയി ശമ്പളം വാങ്ങിക്കുക, അതെനിക്ക് ഒരു കാലത്തും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പോഴും ഇഷ്ടമല്ല. ഇപ്പോഴും ഇഷ്ടമല്ല. അത് പക്ഷെ അതിന് പണി ചെയ്യാൻ മടിയാണ് എന്ന് അല്ല എൻ്റെ അർത്ഥം. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കത്തനാര് കഴിഞ്ഞിട്ട് അതിൻ്റെ ആദ്യത്തെ ടെലികാസ്റ്റ് 2004 അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വരെ 2003 അവസാനമായിട്ട് ഞാനൊരു റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നത്, എന്തെങ്കിലും ഒരു ഫങ്ഷന് പോയിട്ട്. അത് ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന പൈസയാണ്, അല്ലാതെ പ്രകാശ് പോൾ എന്ന് പറയുന്ന ആക്ടർക്ക് കിട്ടുന്നതല്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം വിചാരിച്ച പോലൊരു സിനിമകളോ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ള വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാറിന്? വിചാരിച്ച പോലൊരു സിനിമ, അങ്ങനൊരു സിനിമയില്ല. ഞാൻ ഒരു സിനിമയെ കുറിച്ച് ഒന്നും വിചാരിച്ചിട്ടില്ല. ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് എൻ്റെ മനസ്സിലാകുന്ന സിനിമയോ സീരിയലോ ഇല്ല. ഇപ്പൊ സാറ് ഞാൻ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ഇടയിൽ സാറ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു, അതായത് ചെറിയൊരു പേടിയുണ്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ. അപ്പൊ എനിക്ക് ആക്ച്വലി അത്ഭുതമായി, കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ചോദിച്ചത് എന്തേ എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് സാറിൽ ചെറിയൊരു പേടി ഇത് പറയാൻ കാരണം? ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ മുതൽ ഇപ്പോൾ വരെ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒരു ക്യാമറയിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, ഇപ്പോഴും എനിക്ക് ആ പേടി മാറിയിട്ടില്ല. ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പാലിയത്തച്ഛൻ എന്ന് പറയുന്ന സീരിയലാണ്, ദൂരദർശൻ, അന്നത്തെ 13 എപ്പിസോഡ്. അതിൽ അഭിനയിക്കാൻ ചെല്ലുന്നത് വരെ, അതായത് ഞാൻ അഭിനയിച്ച് തുടങ്ങുന്നത് വരെ എൻ്റെ വിചാരം ഞാൻ ഗംഭീരമായിട്ട് അഭിനയിക്കും. എന്നോട് പറഞ്ഞാൽ മതി എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് എന്നോട് പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ ചെയ്തോളും. ഈ വിചാരമായിട്ടാണ് അഭിനയിക്കാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഈ ക്യാമറ ഓണായി, ക്യാമറ ഓണാകുമ്പോൾ ക്യാമറയ്ക്കൊരു ശബ്ദമുണ്ട്. ഇപ്പോഴതില്ല, ഇപ്പോൾ ക്യാമറ വളരെ സൈലൻ്റാണ്. അന്നത്തെ ആ ശബ്ദം, അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്നൊരു വിചാരമുണ്ട്, ഈ സ്പീഡിനനുസരിച്ച് നമ്മൾ ബാക്കി പണിയെല്ലാം ചെയ്ത് തീർക്കണം. ഓ, അതിനനുസരിച്ച് നമ്മൾ സ്പീഡാവണം അല്ലേ? അവിടെ ചെന്ന് ഈ ശബ്ദവും ആദ്യത്തെ ഡയലോഗും കൂടെ വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ഡയലോഗ് ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡയലോഗ് നന്നായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് എനിക്കുള്ള പണിയല്ല, കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി. അഭിനയിക്കാറില്ല, ഇത്ര ആൾക്കാരെ ഞെട്ടിച്ച ഒരാളാണ് ഈ പറയുന്നത്. അത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോഴും എനിക്ക് ആ ഭയം, അന്ന് ക്യാമറ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ഭയം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഐ എം സോ ഹാപ്പി. ഞാൻ സാറിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇതേപോലെ ഈ സീരിയൽ കണ്ടിട്ട് അഡിക്റ്റ് ആയിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ എന്തോ കിട്ടാതിരുന്നപ്പോൾ ഞാൻ അതേപോലെ കത്തനാരേക്ക് വെള്ളം താന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരിയൽ, അതിലൊരു നടനുമാണ്. സോ ഹാപ്പി സർ, നമുക്ക് കുറച്ച് സമയം തന്നതിലും നമ്മളോട് സംസാരിച്ചതിലും ഒരുപാട് കഥകൾ ഷെയർ ചെയ്തതിലും. ഇനിയും കാണുന്നുണ്ട്, ഇനി നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ നടക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഉയർന്ന ശമ്പളത്തോടുകൂടി മെഡിക്കൽ IT രംഗത്ത് ജോലി നേടിയാലോ? ഇത് മെഡിക്കൽ സ്ക്രൈബിംഗിന്റെ കാലം. മറക്കണ്ട, ലൂമിനിസ്.